സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലായെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടമില്ലായ്മയും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, ഹൈക്കോടതിയിൽ ഒരു പഠന റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അമിക്കസ് ക്യൂറി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 27-നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി സഹകരണ മേഖലയെ അപ്പാടെ വിമർശിച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി പ്രധാനമായിട്ടും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതായത് രാഷ്ട്രീയവൽക്കരണവും കെടുകാര്യ ഒക്കെ തന്നെ കാരണമായിട്ടുണ്ട്. സഹകരണ മേഖലയുടെ രാഷ്ട്രീയവൽക്കരണം, മേൽനോട്ടമില്ലായ്മ, ഇതൊക്കെ തന്നെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും കാരണമായെന്നാണ് അമിക്കസ് പറയുന്നത്. അതോടൊപ്പം തന്നെ സംഘങ്ങൾക്ക് സുതാര്യത, മാനദണ്ഡങ്ങൾക്ക് വായ്പകളടക്കം കൊടുക്കുന്നത് ഇത് തന്നെയാണ് ഈ സഹകരണ സംഘങ്ങളുടെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ക്രമക്കേടിന് കാരണമെന്നാണ് അമിക്കസ് ക്യൂറി കണ്ടെത്തി. മേഖലയിൽ എമ്പാടും ഈ ഒരു രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. VN വാസവൻ അവിടെ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 64 സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അവിടെ ലോൺ മെച്യൂർഡായിട്ട്, അതായത് വായ്പ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അതുകൂടാതെ തന്നെ മുഴുവൻ ബൃഹത്തായ ഒരു ഓഡിറ്റ് നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുമെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അമിക്കസ് ക്യൂറിയെ സഹകരണ സംഘങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണ്, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി ഏത് വിധത്തിലാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ പഠനവിധേയമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നത്. നിക്ഷേപകർ നൽകിയ അപ്പീലിന്മേലായിരുന്നു ജസ്റ്റിസ് അമിത് റാവൽ ബെഞ്ചിന്റെ നടപടി. അതായത് നേരത്തെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള ഒരു സഹകരണ സംഘം അവിടുത്തെ നിക്ഷേപകർക്ക് പണം നൽകിയിരുന്നില്ല. തുടർന്ന് നിക്ഷേപകർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ ഹൈക്കോടതി എടുത്ത നിലപാടെന്ന് പറയുന്നത് സർക്കാരിന് ഈ തുക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംവിധാനമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു നിലപാടായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ എടുത്തത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു നിക്ഷേപകർ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീൽ പരിഗണിച്ച സമയത്താണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടത്. എന്തായാലും സംസ്ഥാനത്തെ സഹകരണ മേഖല അപ്പാടെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടമില്ലായ്മയും ഈ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണമായി അത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട അതോറിറ്റികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേലുണ്ട്. ഈ ഒരു വിശ്വാസ്യത, അതായത് സഹകരണ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആളുകൾക്ക് ഈ ഒരു സഹകരണ മേഖലയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൂടാതെ അപ്പാടെ സുതാര്യതയില്ലായ്മയും ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന് അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേടിന് കാരണമായി എന്നുള്ളതും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നത്. അതിൽ 18ഓളം സഹകരണ സംഘങ്ങൾക്ക് നേരെ EDയുടെ അന്വേഷണമുണ്ട്. ECR രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടായിരുന്നു ED നിലപാട് വ്യക്തമാക്കിയത്. അതിനിടയിൽ തന്നെയാണ് അമിക്കസ് ക്യൂറി വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയതിനു ശേഷം അത് റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സംബന്ധിച്ച് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇറക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്നുള്ളതാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു സഹകരണ മേഖല, അത് പക്ഷേ ഇപ്പോഴില്ല. കാരണം സഹകരണ മേഖലയെ സംബന്ധിച്ച് കാർഷിക രംഗങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു സംഭാവന സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ കൊറോണയ്ക്ക്
ശേഷം വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സഹകരണ മേഖല ഉള്ളതെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. ഈ സഹകരണ സംഘങ്ങളിലെ നിലവിലെ കേസുകൾ, അതോടൊപ്പം തന്നെ ED എടുത്ത കേസുകൾ, നിലവിൽ കരുവന്നൂർ അടക്കമുള്ള കേസിന്റെ പശ്ചാത്തലം, അതിന്റെ അന്വേഷണ സാധ്യതകൾ, ഇതടക്കമുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സമഗ്രമായിട്ട് തന്നെയാണ് അമിക്കസ് ക്യൂറി സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയായിട്ട് ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും അടുത്ത ദിവസമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരിക. ദേവിക. ശരി രേഷ്മ.